ദിവ്യമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിൽ സ്നേഹമുള്ളവരെ, കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം പൗലോസ് ശ്ലീഹ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മളെ നയിക്കും. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വചനം വായിച്ചും പഠിച്ചും ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ വചനം നമ്മളെ വഴി നടത്തും. പൂർണ്ണത കൈവരിക്കുന്നതിനും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിനും ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അറിഞ്ഞാൽ അത് പ്രബോധനത്തിന് ഉപകരിക്കും, അത് ശാസനത്തിന് ഉപകരിക്കും, തെറ്റുതിരുത്തലിന് അത് ഉപകരിക്കും, നീതിയിലുള്ള പരിശീലനത്തിന് അത് കാരണമായി തീരും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഈ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, തിരുലിഖിതങ്ങൾ, ദൈവത്തിൻ്റെ വചനം അറിയാത്തതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ വചനം വേണ്ടതുപോലെ അറിയാത്തതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നതിൻ്റെ കാരണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, തിരുലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. യേശു അവരോട് പറഞ്ഞു, തിരുലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം വലിയ ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനം വലിയൊരു അഭിഷേകമാണ്. ഈ ദൈവത്തിൻ്റെ വചനം അറിയാത്തവർക്ക് തെറ്റുകൾ സംഭവിക്കും. ദൈവത്തിൻ്റെ വചനം പഠിക്കാത്തവർക്ക് തെറ്റുകൾ സംഭവിക്കും. ദൈവത്തിൻ്റെ വചനം വായിക്കാത്തവർക്ക് തെറ്റുകൾ സംഭവിക്കും. അതാണ് യേശു അവർക്ക് പറഞ്ഞുകൊടുത്ത്. കാരണം ദൈവത്തിൻ്റെ വചനം അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്, നമ്മളെ വഴി നടത്തുന്നതാണ്. ഒരിക്കൽ ഒരു കുടുംബത്തിലെ ഒരു കുടുംബം ആകെ തകർന്ന് അവർ പ്രാർത്ഥിക്കാൻ വരികയുണ്ടായി. അവർ തകർന്ന് പ്രാർത്ഥിക്കാൻ വന്നതിൻ്റെ കാരണം അവരുടെ മകളെ അവർ കേരളത്തിന് പുറത്ത് പഠിക്കുവാൻ വിട്ടതായിരുന്നു. പക്ഷെ അവിടെ പഠിക്കാൻ പോയി. അവിടെ ചെന്നതിന് ശേഷം ഒരു മുസ്ലിം യുവാവുമായി വളരെ അടുപ്പത്തിലാവുകയും അങ്ങനെ ആ യുവാവിനെ വിവാഹം കഴിക്കുകയും ചെയ്തു, വീട്ടുകാരറിയാതെ. അങ്ങനെ ആ കുടുംബം ആകെ ഒരു തകർച്ചയിലേക്ക് പോയി. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ അവരപ്പനും അമ്മയും ആ കുടുംബവും വരികയുണ്ടായി. സ്നേഹമുള്ളവരെ, അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ആ പെൺകുട്ടി തന്നെ എന്നോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അവരുടെ വീട്ടിലെ അപ്പനും അമ്മയും രണ്ടുപേരും ഉദ്യോഗസ്ഥരായിരുന്നു. അവരെപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. മക്കളുടെ പഠന കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കും. അവർ സമയത്ത് പഠിക്കുന്നുണ്ടോ, നല്ല മാർക്ക് വാങ്ങുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അപ്പനും അമ്മയും ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അവർ മക്കൾ വചനം പഠിക്കുന്നതിനെക്കുറിച്ചോ യേശുവിനെക്കുറിച്ച് അറിയുന്നതിനെക്കുറിച്ചോ ശ്രദ്ധിച്ചിരുന്നില്ല. സ്നേഹമുള്ളവരെ, പിന്നീട് അവൾക്ക് തന്നെ തനിക്ക് എന്തോ ഒരു അബദ്ധം സംഭവിച്ചതായിട്ട് തോന്നി. കാരണം അവളുടെ വീട്ടിലെ അപ്പൻ്റെ അമ്മയുടെ സങ്കടവും കുടുംബത്തിലെ പ്രതിസന്ധികളും തകർച്ചയും പിന്നെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം അവളുടെ ജീവിതത്തെ ഒത്തിരിയേറെ ബാധിച്ചു. സ്നേഹമുള്ളവർ, ആ സമയത്ത് ഈ മാതാപിതാക്കളെ കണ്ടപ്പോഴും ഈശോ വെളിപ്പെടുത്തി തന്നതും ഈ ഒരു സത്യം തന്നെയായിരുന്നു.
അവർ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയോ ദൈവത്തിൻ്റെ വചനം മക്കൾക്ക് നൽകുകയോ ചെയ്തില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരുലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അതെ, തിരുവചനങ്ങൾ അറിയാതിരുന്നാൽ, വചനത്തിൻ്റെ ശക്തി അറിയാതിരുന്നാൽ, വിശുദ്ധ ഗ്രന്ഥം അറിയാതിരുന്നാൽ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കുമെന്ന് വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ളവരെ, വചനത്തിൽ വളരുക, വചനത്തിൽ ആഴപ്പെടുക, വചനം ധ്യാനിക്കുക, അത് വലിയ ശക്തിയാണ്. അതാണ് പൗലോസ് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഈ പൂർണ്ണത കൈവരിക്കാനും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെയും ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് യേശു നമുക്ക് പറഞ്ഞിരുന്ന വചനം അറിയാതിരിക്കുക. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, ബന്ധങ്ങൾക്ക് വലിയ ആഴമുണ്ട്. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങൾക്ക് വലിയ ആഴമുണ്ട്. ബന്ധങ്ങൾ നമ്മളെ വളർത്തുന്നു, ബന്ധങ്ങൾ നമുക്കെപ്പോഴും വലിയൊരു ശക്തിയാണ്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും മനോഹരമായ ബന്ധം ആണ് ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായതും ഏറ്റവും അനുഗ്രഹപ്രദമായൊരു ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ മനോഹരമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തിക്ക് സാധിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തി വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകണം, ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തെ അറിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ ചിന്തകൾ മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായൊരു ബന്ധം, എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം. ആ ബന്ധത്തിൽ വളരാനും ആഴപ്പെടുവാനും ഉയരാനും ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനവുമായിട്ട് അടുപ്പമുണ്ടാകണം. കാരണം വചനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുക, വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ചിന്തകൾ നമുക്ക് കിട്ടുക, വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായ ശക്തിയാണുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ആ വചനമനുസരിച്ച് പ്രാർത്ഥിച്ചവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജെറമിയായുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 29-ാം തിരുവചനം. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവം തന്നെ സംസാരിക്കുകയാണ്. അഗ്നി പോലെയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലവുമാണ്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അലൈവ് ആൻഡ് ആക്റ്റീവ്. ദൈവത്തിൻ്റെ വചനം ഒരേ സമയം സജീവമാണ്, അതേസമയം ഊർജ്ജസ്വലവുമാണ്. സജീവമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം, ഒരു സ്ഥലത്ത് ഒരു മണ്ണിൽ നമ്മളൊരു ഗോതമ്പ് മണി ഇട്ടാൽ, ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന് സംഭവിക്കുക? മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വിത്തിൽ ഇങ്ങനെ അതിൻ്റെ ആ മണി
ആ ഗോതമ്പ് മണിയിൽ ഇങ്ങനെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. അത് പതുക്കെ 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 അത് വളർന്ന് 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 വലുതാകാൻ തുടങ്ങും. അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. അത് എപ്പോഴും അലൈവ്, എപ്പോഴും അത് സജീവമാണ്, എപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയുള്ളതാണ്, ഊർജ്ജസ്വലമാണ്, ആക്റ്റീവാണ്. ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ മറ്റാർക്കും സ്പർശിക്കാൻ കഴിയാത്ത വ്യക്തികളെ ദൈവത്തിൻ്റെ വചനം സ്പർശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റാർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വ്യക്തികളെ ദൈവത്തിൻ്റെ വചനം സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ മറ്റാർക്കും മാറ്റാനാകാത്ത ചില കാര്യങ്ങളെ മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായ ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് അപാരമായ ശക്തിയാണ്. ഒരിക്കൽ കർത്താവ് ഒരു പിശാചിനെ പുറത്താക്കിയപ്പോൾ ചുറ്റും നിന്നിരുന്നവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തൊരു ശക്തിയുള്ള വചനമാണിത്, എന്തൊരു ശക്തിയുള്ള വചനമാണിത്. യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് യേശു ഒരു പിശാചിനെ പുറത്താക്കിയപ്പോൾ അവിടെ നിന്നിരുന്ന മനുഷ്യർ പറഞ്ഞു, എന്തൊരു ശക്തിയുള്ള വചനമാണിത്. അത് ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയുള്ള വചനമാണ്. ഒരിക്കൽ ബിടെക് പഠനം പൂർത്തിയായി, എഞ്ചിനീയറിംഗ് പഠനമൊക്കെ പൂർത്തിയാക്കിയ ഒരു യുവാവ് എൻ്റെ അരികിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞു. ധ്യാനത്തിലൊക്കെ സംബന്ധിച്ച് ഒത്തിരിയേറെ കൃപകളും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ വീണ്ടും വീട്ടിലേക്ക് പോയി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മോശമായ ചിത്രങ്ങൾ, പോൺ ആയിട്ടുള്ള ചിത്രങ്ങൾ കാണാനും അങ്ങനെ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകാനും ഇടവരുന്നു. പലവട്ടം പരിശ്രമിച്ചിട്ടും ഈ യുവാവിന് ആ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൾ എൻ്റെ അടുത്ത് വന്ന് വലിയ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛൻ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ഈ തെറ്റുകൾ ചെയ്യരുതെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് വീണു പോകുന്നു, വീണ്ടും വീണ്ടും അതിലേക്ക് ഞാൻ വീണു പോകും. എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം. ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, നീ ബൈബിൾ വായിക്കാറുണ്ടോ, വചനം വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, ഇല്ല, ഞാൻ വചനം വായിക്കാൻ എനിക്കെന്തോ താല്പര്യമില്ല എന്ന്. ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, നീ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ബൈബിൾ വായിക്കുക. സാധിക്കുമെങ്കിൽ നീ എല്ലാ ദിവസവും അരമണിക്കൂർ നേരം ബൈബിൾ വായിക്കുക. ദൈവത്തിൻ്റെ വചനം, നീ വായിക്കുന്ന വചനം നിന്നെ മാറ്റും എന്ന് ഞാൻ പറഞ്ഞു. അവനെ അനുഗ്രഹിച്ചു വിട്ടു. സ്നേഹമുള്ളവരെ, പിന്നീട് നാളുകൾ കഴിഞ്ഞു, ഏകദേശം ഒരു 8-9 മാസം കഴിഞ്ഞപ്പോൾ യുവാവിനെ കാണാൻ ഞാൻ ഇടവന്നു. ആ യുവാവ് എന്നെ കണ്ടപ്പോൾ, ഞാനൊരു സ്ഥലത്ത് കൺവെൻഷനിൽ പോയപ്പോൾ ആ കൺവെൻഷൻ്റെ സ്ഥലത്ത് ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ, ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. എനിക്ക് എൻ്റെ ആ പാപത്തഴക്കങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജോലി കിട്ടുന്നതിനുണ്ടായിരുന്ന തടസ്സവും മാറി. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. അതാണ് ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ഇവിടെ ഓടി വന്നത്. അച്ഛൻ ഇവിടെ കൺവെൻഷന് വരുന്നുണ്ടെന്ന് ഞാൻ പരസ്യത്തിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ കണ്ടു. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നതാണ് അച്ഛനോട് വിവരം പറയാൻ. എന്നെ ദൈവം അനുഗ്രഹിച്ചുവെന്ന് അവനോട് ഒന്ന് പറയുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ടാണ് യേശു പിശാചിനെ പുറത്താക്കുന്നത് കണ്ട ആളുകൾ ചോദിച്ചു, എന്തൊരു ശക്തിയുള്ള വചനമാണിത്. അതെ, ദൈവത്തിൻ്റെ വചനത്തിന് അതുപോലെ ശക്തിയുണ്ട്. സ്നേഹമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, പത്രോസ് ഒരു വലിയ പ്രസംഗം അവിടെ നടത്തുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷം, പത്രോസിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നവർ ഹൃദയം നുറങ്ങി അവരോട് ചോദിച്ചു. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇതു കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വചനം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹമുള്ളവരെ, ചെയ്യേണ്ട വഴികൾ പത്രോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 36 മുതലുള്ള തിരുവചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പത്രോസ് എന്താണ് അവരോട് പറഞ്ഞത്. പത്രോസ് അവരോട് സംസാരിച്ചു ദൈവത്തിൻ്റെ വചനങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ വചനങ്ങളായിരുന്നു പത്രോസ് അവരോട് സംസാരിച്ചത്. അതവിടെ പ്രവർത്തിച്ചു. വലിയ അത്ഭുതം സംഭവിച്ചു, വലിയ അടയാളം സംഭവിച്ചു. അവർക്ക് മനസ്സാന്തരമുണ്ടായി, ഹൃദയം നുറങ്ങി അവർ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, വിശ്വാസം ലഭിക്കുന്നതിനും വിശ്വാസത്തിൽ വളരുന്നതിനും ദൈവത്തിൻ്റെ വചനം വളരെയധികം നമ്മളെ സഹായിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 17-ാം തിരുവചനം
ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ദൈവത്തെക്കുറിച്ചുള്ള, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 16-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ തടവറയിൽ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുക. തടവറയിൽ സംഭവിക്കുന്ന അത്ഭുതം. ഈ തടവറയിലെ അത്ഭുതം സംഭവിക്കുന്നു. അവിടെ പൗലോസും സീലാസും ഒക്കെ ആ ജയിലിലുണ്ട്, ആ തടവറയിലുണ്ട്. അവർ അവിടെ കൈകൾ കൊട്ടി കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുമ്പോഴാണ് തടവറയിൽ അത്ഭുതം നടക്കുന്നത്. നമുക്കറിയാം അവരെ തടവറയിലാക്കാൻ ഉണ്ടായ കാരണം എന്താണെന്ന് 2-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെ അതിനുശേഷം ഇവർ തടവറയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വലിയ അത്ഭുതം സംഭവിച്ചു. അവിടെ അതിൻ്റെ ജയിലിന്റെ വാതിൽ, തടവറയുടെ വാതിൽ തുറന്നു. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ ഭയചകിതരായി. അവർ പൗലോസിന്റെ അടുത്ത് വന്നു. അവർ പൗലോസിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 16-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോഴാണ് മനോഹരമായ ദൈവത്തിന്റെ വചനം പൗലോസ് പറയുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിന്റെ 31-ാം തിരുവചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ആ 31-ാം തിരുവചനം വായിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പൗലോസ് അവസാനിപ്പിക്കുന്നില്ല. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പൗലോസ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. 32-ാമത്തെ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും പിന്നീട് പൗലോസ് എന്താ ചെയ്തതെന്ന്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അതിനുശേഷം, ഈ വചനം പറഞ്ഞു കൊടുത്തതിന് ശേഷം പൗലോസ് ചെയ്ത കാര്യം ഇതാണ്. ഈ മനുഷ്യരോട് കർത്താവിൻ്റെ സുവിശേഷം അവരോട് പ്രസംഗിച്ചു, അവരോട് വചനം പങ്കുവച്ചു, അവരെ വചനം പഠിപ്പിച്ചു, അവർക്ക് യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും എന്നൊരു വഴി മാത്രമല്ല പറഞ്ഞു കൊടുത്തത്. അതിനുശേഷം പൗലോസ് ദൈവത്തിന്റെ വചനം അവരോട് സംസാരിച്ചു. ദൈവത്തിന്റെ വചനം സംസാരിച്ചു. വചനം സംസാരിച്ചപ്പോഴാണ് അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, കൃപയുണ്ട്. ആ വചനം വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കും, സൗഖ്യത്തിലേക്കും അഭിഷേകത്തിലേക്കും വിടുതലിലേക്കും ദൈവത്തിന്റെ വചനം നമ്മളെ നയിക്കും. സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട മാത്യു നാക്യംപറമ്പിലച്ചൻ്റെ ആദ്യ ശുശ്രൂഷകളിൽ, കോട്ടയിൽ ആദ്യ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ ആദ്യം അച്ഛനിലൂടെ ഒത്തിരിയേറെ ദൈവം പ്രവർത്തിക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയം ഒത്തിരിയേറെ ആളുകൾ അച്ഛനെ കാണാൻ വരുന്നു. അവൾ അച്ഛൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് അച്ഛനൊരു നിർദ്ദേശം കൊടുത്തു. ഈ വരുന്ന മക്കളോട് ദൈവത്തിന്റെ വചനം 1-2 മണിക്കൂർ പങ്കുവയ്ക്കാതെ നീ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കരുത്. കടന്നു വരുന്ന മക്കളോട് ദൈവത്തിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കാതെ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കരുത്, ആർക്കും കൗൺസിലിംഗ് കൊടുക്കരുത്. അതാണ് പരിശുദ്ധാത്മാവ് നൽകിയ നിർദ്ദേശം. അതനുസരിച്ച് നാക്യമർലച്ചൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അതനുസരിച്ച് പോട്ട ഡിവൈൻ മിനിസ്ട്രി വളർന്നു വലുതായി. ബോംബെയിലെ താബോർ ഡിവൈൻ മിനിസ്ട്രി, അതോടൊപ്പം ഡൽഹിയിലെ ഫരീദാബാദിൽ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പോട്ട ഡിവൈൻ മിനിസ്ട്രി വളർന്നു. അവ സ്നേഹമുള്ളവർ, അതിൻ്റെ ഒരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചു എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുക, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുക. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അല്പസമയം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സജീവവും ഊർജ്ജസ്വലവുമായ അങ്ങയുടെ വചനം അത് മനസ്സിലാക്കുവാനും വായിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തെ അവഗണിച്ചിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ദൈവമേ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, ദൈവഭക്തനായ ഒരു മനുഷ്യന് പൂർണ്ണത കൈവരിക്കുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദിവസവും വായിക്കുവാനും വചനത്തിൽ ആഴപ്പെടുവാനും ശക്തി പ്രാപിക്കുവാനും, അങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും അറിയുവാനും എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു